ഇന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടിയിലധികം രൂപ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യോ, അതോ പ്രോപ്പർട്ടി വാങ്ങോ, അതോ ബിസിനസ്സിൽ കൊണ്ടുപോയിട്ടിടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, 1 കോടിയോ അല്ലെങ്കിൽ അതിലധികമൊക്കെ രൂപ കിട്ടുന്നത് നമ്മളെ വെൽത്ത് ഉണ്ടാക്കുന്നതിന് സഹായിക്കൊന്നുമില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ലംസമായിട്ട് ഒരു എമൗണ്ട് കയ്യിൽ വന്നേക്കുന്ന നിരവധി ആളുകളുമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ പലരും ആരും അങ്ങനെയൊന്നും വിശ്വസിക്കാറില്ല. അവർ സ്വന്തം അറിവിൽ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വെൽത്ത് റിയലി അവരുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. 23 വർഷത്തെ ഫൈനാൻഷ്യൽ സർവീസസ് അനുഭവവും ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന നിലയിലും ഈ ലംസമായിട്ട് എമൗണ്ട് ലഭിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനോട് ഞാൻ പറയാറുള്ളത് ഒരു കാര്യമാണ്. അതായത് ഈ പണത്തെക്കുറിച്ച് ആരോടും പറയരുത്. ആദ്യം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്താണെന്നൊക്കെ നിങ്ങൾ വ്യക്തമാക്കണം. പിന്നെ ലിക്വിഡിറ്റി, ക്യാഷ് ഫ്ലോ, ഫ്യൂച്ചർ നീഡ്സ് എന്നിവയൊക്കെ വിലയിരുത്തി ഒരു വ്യക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കണം. 1 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു എമർജൻസി ഫണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിവെക്കണം. രണ്ടാമത്തെ കാര്യം, ഉയർന്ന പലിശയുള്ള പല കടങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കുക. മൂന്നാമത്, മാസച്ചെലവുകളൊക്കെ നിറവേറ്റാനായിട്ട് കഴിയുന്ന വിധത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം, അതിന് വേണ്ടുന്ന സംവിധാനം സൃഷ്ടിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഈ റിച്ച് ആകുന്നത് പണം കിട്ടുന്നതുകൊണ്ടൊന്നുമല്ല. ആ പണം ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ലഭിക്കാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തമായ വെൽത്ത് സ്ട്രാറ്റജി തയ്യാറാക്കാൻ ഇന്ന് തന്നെ ഒരു 1-on-1 കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക.